ഹായ്. ഹായ്. ഇത് ആരാന്ന് ഞാൻ പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. നമ്മളുടെ മലയാളം ഫിലിം ഇൻഡസ്ട്രിയിലെ ഒരുവിധപ്പെട്ട എല്ലാ സെലിബ്രിറ്റീസിന്റെയും സ്റ്റൈലിസ്റ്റ് ആണ് ശബരിനാഥ്. ശബരി എനിക്കിവിടെ എന്താ പറയാ, ഞങ്ങളുടെ ഫാമിലിയിലെ ഒരു മെമ്പർ പോലാണ്. ബിക്കോസ് ഇവിടെ നമ്മൾക്ക് ചെയ്തിട്ടുള്ള സെലിബ്രിറ്റീസിന്റെ എല്ലാ വർക്കും ശബരി ത്രൂ ആണ്. സുജാത ചേച്ചിക്ക് നമ്മൾ ചെയ്തിട്ടുണ്ട്, പിന്നെ മിയയ്ക്ക് ചെയ്തിട്ടുണ്ട്, പിന്നെ വേറെ അനുശ്രീ, അങ്ങനെ ഒരു അതെ. അപ്പൊ ഇവിടെ ഒരുവിധപ്പെട്ട എല്ലാ സെലിബ്രിറ്റീസിന്റെയും ഡ്രസ്സ് നമുക്ക് വേണ്ടി നമ്മൾക്ക് വർക്കായിട്ട് വന്ന് ശബരിയാണ് എല്ലാം സെലക്ട് ചെയ്യണം. ഇന്ന് ശബരി വന്നതിന് ഒരു പ്രത്യേകത കൂടിയുണ്ട്. ബിക്കോസ് എല്ലാവർക്കും അറിയാം, മിഹ ഡിസൈൻസിന്റെ ഗ്രാൻഡ് ഓപ്പണിംഗ് ആണ് February 23rd. അപ്പൊ ഭാവനയുടെ പേഴ്സണൽ സ്റ്റൈലിസ്റ്റ് ആണ് ശബരിനാഥ്. ഭാവന വെയർ ചെയ്യുന്ന ഒരുവിധപ്പെട്ട എല്ലാ ഡ്രസ്സുകളും 98% ഡ്രസ്സുകളും ഒരുപാട് സ്റ്റൈലിസ്റ്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ ശബരിയുടെ ഡ്രസ്സുകളാണ് കൂടുതലും സോഷ്യൽ മീഡിയയിലൊക്കെ ഭയങ്കര. അതുകൊണ്ട് തന്നെ ഭാവനയുടെ ഡ്രസ്സ് സെലക്ട് ചെയ്യാൻ, സാരി അല്ലെ, സാരി സെലക്ട് ചെയ്യാനാണ് വന്നിരിക്കുന്നത്. ഭാവന നമ്മളുടെ തന്നെ ഒരു സിഗ്നേച്ചർ സാരി കൊടുത്തായിരിക്കും ഓപ്പണിംഗ് ഡേയിൽ വരിക. മഞ്ജു വാര്യറിന്റെ ഓൾറെഡി കഴിഞ്ഞു സെലക്ഷൻ ഒക്കെ കഴിഞ്ഞു. അപ്പൊ ഇന്ന് ശബരി എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ, നമ്മൾക്ക് ഒരു ഫാമിലി മെമ്പർ പോലാണ്. അപ്പൊ എന്താ പറയാ, അപ്പൊ ശബരിയോട് നമുക്ക് ചോദിക്കാം. ഞാൻ പുതിയ ഷോപ്പിംഗിന്റെ കളക്ഷൻസ് ഒക്കെ കുറെ കാണിച്ചു. ശബരിക്ക് വേണം ആദ്യം ഞാൻ കളക്ഷൻസ് കാണിച്ചിട്ടുള്ളത്. അപ്പൊ ശബരിയോട് തന്നെ നമുക്ക് ചോദിക്കാം, എങ്ങനെയുണ്ട് ശബരി കളക്ഷൻസ്? നല്ല കളക്ഷനാണ്. ഒരുപാട് ഡിഫറെന്റ് വെറൈറ്റീസ് ഉണ്ട്. ബനാറസിയിലാണെങ്കിലും ടിഷ്യൂസിലാണെങ്കിലും പ്രിന്റഡ് ഒക്കെ എനിക്ക് കണ്ടത് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഓർഗൻസ ആണെങ്കിലും എല്ലാം എന്തായാലും ഇവര് വന്ന് ഡയറക്റ്റ് വന്ന് കണ്ട് എക്സ്പീരിയൻസ് ചെയ്യട്ടെ. ഒരുപാട് നല്ല സെലിബ്രിറ്റീസിന്റെ ഡ്രസ് സെലക്ട് ചെയ്യുമ്പോൾ അത് എങ്ങനെയാണ് കൂടുതലും അവരുടെ ടേസ്റ്റ്? അത് ഒരുവിധം അവരുടെ ടേസ്റ്റ് ആണ്. അവര് നമ്മുടെ അടുത്ത് ഒരു ഐഡിയ ഉണ്ടാവും അവർക്ക്. ചിലപ്പോ നമ്മുടെ ഇഷ്ടം, നമ്മളിപ്പോ ഒരുപാട് കാലമായിട്ട് വർക്ക് ചെയ്യുന്ന ആളാണെങ്കിൽ നമുക്ക് തന്നെ ഒരു ഐഡിയ ഉണ്ടാവും എന്ത് ഫംഗ്ഷൻ ആണ്, എന്ത് ഇവന്റ് ആണ് അവർ അറ്റൻഡ് ചെയ്യാൻ പോകുന്നത്. അതിനനുസരിച്ചിരിക്കും നമ്മൾ അവർക്ക് സ്റ്റൈൽ ചെയ്യും. പിന്നെ യൂഷ്വലി അവരെ ഒരുപാട് ഹ്യൂജ് ആയിട്ട് തോന്നിക്കാതിരിക്കുക, അവർക്ക് കുറച്ചുകൂടെ നന്നായിട്ട് കോംപ്ലിമെന്റ് ചെയ്യുന്ന കളേഴ്സ് സെലക്ട് ചെയ്യുക, അങ്ങനെ കുറെ ടിപ്സ്. അതുപോലെ തന്നെ സെലിബ്രിറ്റീസിന് മാത്രമല്ല, ബ്രൈഡ്സിന് നമ്മൾ ചെയ്യുന്നുണ്ട് അല്ലെ. ഒത്തിരി പ്രീമിയം വെഡിങ്ങിന്റെ ബ്രൈഡ്സിന്റെ വർക്ക് ഒക്കെ ശബരിയാണ്. ഒരുപാട് പേർക്ക് അറിയാം സ്റ്റൈലിസ്റ്റിന്റെ ഇമ്പോർട്ടൻസ് എത്രമാത്രമാണെന്ന്. ഇപ്പൊ നിങ്ങൾ വെഡിങ്ങിന് ഒരു സാരിയോ ഡ്രസ്സോ എന്ത് വേണമെങ്കിലും ഇതുപോലെ എക്സ്പേർട്ട് ആയിട്ടുള്ള, പ്രത്യേകിച്ച് സെലിബ്രിറ്റി സ്റ്റൈലിസ്റ്റ് ആകുമ്പോൾ ഞാനൊന്നും പറയേണ്ട ആവശ്യമില്ല. ബിക്കോസ് ഒത്തിരി വർക്ക് എക്സ്പീരിയൻസ് ഉള്ള ഒരാളാണ്. അപ്പൊ നിങ്ങൾ സ്പെഷ്യൽ വെഡിങ് എന്തെങ്കിലും നിങ്ങളുടെ വെഡിങ്ങിന് സ്പെഷ്യൽ ആയിട്ട് ഒരുങ്ങണം, അല്ലെങ്കിൽ എല്ലായിടത്തും ഉള്ള പോലെ ആവരുതും, അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ശബരിയുടെ പേജ് ഉണ്ട്, ശബരിനെ ഫോളോ ചെയ്യില്ല. ഒത്തിരി ബ്രൈഡ്സ് ചെയ്തിട്ടുണ്ട് നമ്മള്. എന്തൊക്കെയാണ് ബ്രൈഡ്സിന് ചെയ്ത് കൊടുക്കാറുള്ളത്? സാരി സെലക്ഷൻ, ജ്വല്ലറി സെലക്ഷൻ ഉൾപ്പെടെ എല്ലാം. അന്നത്തെ ഡേയില് ഇങ്ങനെ ഒരുങ്ങണം, അവരെന്ത് ജ്വല്ലറി ആയിരിക്കണം, എന്ത് സാരി എന്ത് കളർ ആയിരിക്കണം, നമ്മൾ കസ്റ്റമൈസ് ചെയ്യും. അതല്ലെങ്കിൽ നമുക്ക് ഇപ്പൊ ഇതിൽ വന്നാലും കസ്റ്റമൈസ് ചെയ്യാലോ. അങ്ങനെ നമ്മൾ കസ്റ്റമൈസ് ചെയ്ത് കാഞ്ചീപുരം കസ്റ്റമൈസ് ചെയ്യിക്കാൻ കൊടുക്കാറുണ്ട്. ജ്വല്ലറി അതിനനുസരിച്ച് എന്താണ് ആ കുട്ടിക്ക് ചോക്കറാണോ ചെയ്യുന്നത്, നെക്ലേസ് ആണോ ചെയ്യുന്നത്. പിന്നെ അധികം ബ്രൈഡ്സും ഇപ്പൊ പുറത്തുള്ള ബ്രൈഡ്സ് ആണ് അധികം വരുന്നത്. അപ്പൊ അവർക്ക് ഇവിടെ വന്ന് അതൊന്നും സെലക്ട് ചെയ്ത് കണ്ടുപിടിക്കാനുള്ള സമയമില്ല. അത് കൂടി 10 ദിവസമോ 15 ദിവസത്തിന്റെ ലീവിനാണ് എല്ലാവരും വരുന്നത്. അപ്പൊ അവർക്കൊക്കെ ഒരു സ്റ്റൈലിസ്റ്റ് എന്ന് പറയുന്നത് ഭയങ്കര ഹെൽപ്ഫുൾ ആണ്. അവരെന്നെ ഇപ്പൊ പറയുന്നുണ്ട്. ഇപ്പൊ ഞാൻ ഇന്നൊരു വെഡിങ് ചെയ്തതും അങ്ങനത്തെ ഒരു കുട്ടി. അത് അവർക്ക് ഒരുപാട് ഹെൽപ്ഫുൾ ആയി. ലൈക്ക് അവർക്ക് ഈ ആർട്ടിഫിഷ്യൽ ജ്വല്ലറി എന്തൊക്കെയാണ് വാങ്ങിക്കേണ്ടത്, ലൈക്ക് ഇപ്പൊ 3 ലുക്കൊക്കെ ഉണ്ടാവും ഒരു ദിവസം. ആ 3 ലുക്ക് എങ്ങനെ ഓരോന്നിലേക്കും ചേഞ്ചസ് കൊണ്ടുവരാം എന്നുള്ളതൊക്കെ നമുക്ക് ഹെൽപ്പ് ചെയ്യാം. അപ്പൊ കേട്ടല്ലോ ബ്രൈഡ്സ്, നിങ്ങൾ ഇതുപോലെ തന്നെ ഒരു സ്റ്റൈലിസ്റ്റിനെ സെർച്ച് ചെയ്ത് നടത്തുകയാണെങ്കിൽ ഇതിലും ബെസ്റ്റ് ഓപ്ഷൻ വേറെ ഇല്ല എന്ന് തന്നെ പറയാം. ബിക്കോസ് നമ്മൾക്കിപ്പോ സുജാത ചേച്ചി മുതൽ ഒരുപാട് ഇപ്പോഴത്തെ ന്യൂജൻ ആക്ട്രസുകൾക്ക് വരെ ശബരിക്ക് ഡേറ്റ് ഇല്ല എന്ന് തന്നെ പറയാം. എക്സ്പേർട്ട് ആണ്. അപ്പൊ ഞാനത് പറയേണ്ട ആവശ്യമില്ല. ഇപ്പൊ ഞാനും എന്റെ ടീമും ഭാവനയുടെ അന്നത്തെ ലുക്കിന് വേണ്ടി കട്ട വെയിറ്റിംഗ് ആണ്. അതോടൊപ്പം തന്നെ നിങ്ങളും കട്ട വെയിറ്റിംഗ് ആയിരിക്കും എന്ന് വിചാരിക്കുന്നു. എന്തായാലും കാണാം അല്ലേ? നന്നായിരിക്കും. താങ്ക് യു ശബരി, താങ്ക് യു സോ മച്ച്.